വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി സരിതയുടെ വിവാദ കത്ത് പുറത്ത്. ക്ലിഫ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി ലൈംഗികമായി പീഡിപ്പിച്ചു. മുൻ കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. പല കേന്ദ്രമന്ത്രിമാർക്കും കാഴ്ചവെക്കാൻ ചെന്നിത്തലയുടെ PA ശ്രമിച്ചുവെന്നും കത്തിൽ സരിത പറയുന്നു. 2013 ജൂലൈ 19 തടവിൽ കഴിയവേ സരിത എഴുതിയ കത്താണ് പുറത്തുവന്നത്. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് സരിത കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി ഒരു സംസ്ഥാന മന്ത്രിയുടെ വസതിയിൽ വെച്ച് പീഡിപ്പിച്ചതായും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മറ്റു മന്ത്രിമാർക്ക് വഴങ്ങാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ PA നിർബന്ധിച്ചതായും സരിത കത്തിൽ എഴുതിയിട്ടുണ്ട്. പിതാവിന് തുല്യമായി കണ്ട വ്യക്തിയിൽ നിന്നുണ്ടായ പെരുമാറ്റം തന്നെ ഞെട്ടിച്ചുവെന്നും സരിത വ്യക്തമാക്കുന്നു. ഞാനും പബ്ലിക്കിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കങ്ങനെ ഒരു മോശമായ അനുഭവം വന്നു. അത് ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ആളിൽ നിന്നായതുകൊണ്ട്. കാര്യം ഞാൻ എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹത്തിന് ഇങ്ങനൊരു കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനൊരു വിഷയം ഒരു സ്ത്രീക്ക് വരും എന്നുള്ളൊരു ചിന്തയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അതും അങ്ങനെ പോലും എന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ തള്ളിപ്പറയുന്ന പല ആവർത്തി തള്ളിപ്പറയുന്ന ഇപ്പോഴും പല രീതിയിൽ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ഞാൻ ഈ കാര്യം ആരോടും പറയുകയോ പല അവസരങ്ങളിലും ബിജു രാധാകൃഷ്ണൻ പല രീതിയിൽ വെളിപ്പെടുത്തിയിട്ട് പോലും ഞാൻ അതിനെ ഡിസോൺ ചെയ്ത് സംസാരിക്കുകയല്ലാതെ ഈ പറഞ്ഞ ബിജു രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുകയോ ഈ CM-നെതിരെയുള്ള അലിഗേഷൻ ശരിയാണെന്ന് പറയുകയോ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാ ഭാഗത്തും ഞാൻ CM-നെ പ്രൊട്ടക്ട് ചെയ്ത് മാത്രമാണ് ആ കാര്യത്തിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. കത്ത് താൻ തന്നെ എഴുതിയതാണെന്നും ഉള്ളടക്കം ശരിയാണെന്നും സരിത മാധ്യമങ്ങളോട് സമ്മതിക്കുകയും ചെയ്തു. ഈ ലെറ്റർ പുറത്തു വന്ന സാഹചര്യത്തിൽ എനിക്കത് ഡിസോൺ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എഴുതിയ എഴുത്താണ്. എൻ്റെ ജീവിത അനുഭവങ്ങളാണ് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ വാസ്തവമായിട്ട് ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു പക്ഷേ സോളാർ കേസ് തന്നെ അന്വേഷിച്ചിരുന്നെങ്കിൽ ആ ലെറ്റർ 20-ാം തീയതി ഒരുപക്ഷെ ACJM കോടതിയിൽ അത് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു. കുറച്ചുകൂടെ ഒരു നീതിപൂർവമായ ഒരു അന്വേഷണം ഇതിനകത്ത് ഉണ്ടാകുമായിരുന്നു. അപമാനം ഭയന്നാണ് സോളാർ കമ്മീഷനിൽ ഇക്കാര്യങ്ങൾ പറയാതിരുന്നതെന്നും സരിത വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഭൂമി ഇടപാടിൽ ഇടനില നിന്നിട്ടുണ്ടെന്നും സരിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതടക്കമുള്ള കത്തിലെ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നതിന് ദൃശ്യങ്ങളടക്കം 70% തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് സരിത പീപ്പിൾ TVയോട് വ്യക്തമാക്കി. മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസി വന്നാൽ എല്ലാ തെളിവുകളും കൈമാറുമെന്നും സരിത പറഞ്ഞു. അതേസമയം കത്തിലെ കാര്യങ്ങളിൽ ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ സരിത കത്തിലെ പരാമർശങ്ങൾ സത്യമല്ലെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നതടക്കമുള്ള കത്തിലെ ഓരോ കാര്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞ സരിത ഇപ്പോൾ പുറത്തുവന്ന കത്ത് തന്റെ ജീവിതമാണെന്നും വ്യക്തമാക്കി. അവിടെ പുതുപ്പള്ളിക്കാർ വന്നപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടാണ് മാഡം പുറത്ത് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന മാറ്റർ, ഞാൻ സംസാരിക്കാൻ എൻ്റെ അടുത്ത് CM എന്നെ വിളിച്ചു വരുത്തിയ മാറ്റർ അതീവ രഹസ്യമുള്ളതാണെന്ന് പറഞ്ഞാണ് ആ റൂമിലിരുന്നത്. കോൺഫറൻസ് ഹോളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മീറ്റ് ചെയ്യുന്ന കോൺഫറൻസ് ഹോളിൽ ഇരുന്നല്ല സംസാരിച്ചത്. അതിനോട് ചേർന്നുള്ള ഇടതുവശത്തെ റൂമിലിരുന്നാണ് സംസാരിച്ചത്. കത്തിലെ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നതിനായി 70% തെളിവുകൾ തന്റെ പക്കലുണ്ട്. അതിൽ വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടുന്നുവെന്നും സരിത പീപ്പിളിനോട് പറഞ്ഞു. 70% ഈ ലെറ്ററിനകത്തുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റിയ എവിഡൻസസ് എൻ്റെ കയ്യിലുണ്ട്. 30% എൻ്റെ കയ്യിലില്ല. അത് വേണമെങ്കിൽ കണ്ടുപിടിക്കേണ്ടതാണ്. തെളിവുകൾ സഹായിക്കാൻ കൊടുക്കാൻ 70% വീഡിയോ ക്ലിപ്പിംഗ്സ് ഉൾപ്പെടെയുള്ളത്. താൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെങ്കിൽ മുഖ്യമന്ത്രി തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ സരിത കത്തിലെ വസ്തുതകൾ ഗൂഢാലോചനയാണെന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. ഞാൻ അന്ന് എഴുതിയ കാര്യങ്ങൾ വാസ്തവമാണ്. അത് അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അന്വേഷിക്കാം. അതിന് സഹകരിക്കാൻ തയ്യാറാണ്. കത്തിനകത്ത് ഉള്ള ആരോപണങ്ങൾ അപ്പൊ പുള്ളി അല്ലാന്ന് തെളിയിക്കേണ്ടി വരും. അതിന് പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ. തന്റെ പക്കലുള്ള കൂടുതൽ തെളിവുകൾ പുറത്തുവരാതിരിക്കട്ടെ എന്നും ക്ഷമയ്ക്ക് അതിരുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയാണ് സരിത പ്രതികരണം അവസാനിപ്പിച്ചത്. എന്റെ ലെറ്റർ ആയതുകൊണ്ട് ഞാൻ ഓൺ ചെയ്തു. അതുപോലെ പല എവിഡൻസസ് ഉണ്ട്. ചിലപ്പം വീഡിയോസ് വരാനുണ്ടായിരിക്കും, ചിലപ്പോൾ വേറെ പലരുടെയും വോയിസ് റെക്കോർഡേഴ്സ് വരാനുണ്ടായിരിക്കും. ആയിട്ട് പുറത്ത് വിടാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു സാഹചര്യം മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഏതൊരു മനുഷ്യനും ഒരു ക്ഷമയുടെ ഒരു എന്താ പറയാ ഒരു നെല്ലിപ്പലകയുണ്ട്. ആ ക്ഷമയുടെ നെല്ലിപ്പലക താണ്ടി പോകുമ്പോൾ പിന്നെ നമ്മൾ അടങ്ങി നിൽക്കില്ല. അത് ഞാൻ 100% ഉറപ്പാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉമ്മൻചാണ്ടി. സർക്കാരിനെ തകിടം മറിക്കാനുള്ള അവസാന ശ്രമമാണിത്. ഇതിനെ രാഷ്ട്രീയമായി കാണുന്നില്ലെന്നും മറ്റു ചില ശക്തികൾ പിന്നിലുണ്ടെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിനകത്ത് ഞാന് രാഷ്ട്രീയമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. മറ്റു പല ശക്തികളും പിന്നെ ഇതിനെതിരെ ഉള്ള ശ്രമങ്ങൾ പലതും ഈ ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ്
സരിതയുടെ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ മത്സരിപ്പിക്കണമോ എന്ന് ഹൈക്കമാൻഡ് ആലോചിക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ഇതുവരെ പുറത്തു വരാത്ത ഞെട്ടിപ്പിക്കുന്നൊരു വിവരമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സരിതാ നായർ എഴുതിയ കത്ത് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ആ കത്തിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഈ ആരോപണത്തെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. ഇത് മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് എന്നുള്ളതുകൊണ്ട് അത് തെറ്റായ ഒരു ആരോപണം ആണെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതിന് നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ആ അന്വേഷണം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്തുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇത്തരം ഒരു ആരോപണത്തിന് വിധേയമായി എന്നുള്ളത് കേരളത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. അത് തേച്ചുമാച്ച് കളയുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം ഇനി ഇലക്ഷനിൽ മത്സരിക്കാമെന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ആണ് ആലോചിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരാളെ ഇലക്ഷനിൽ മത്സരിപ്പിക്കണോ എന്ന കാര്യം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. സരിതയുടെ വെളിപ്പെടുത്തലിൽ ഹൈക്കമാൻഡിന് ഞെട്ടൽ. പുറത്തുവന്ന യഥാർത്ഥ കത്തിലെ വെളിപ്പെടുത്തലുകൾ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നു. കെപിസിസിയിൽ നിന്നും വിശദാംശങ്ങൾ തേടും. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തിന് പുറമെ സരിതയുടെ കത്തും പുറത്തുവന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നും ഹൈക്കമാൻഡ് പ്രാഥമിക വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയ തർക്കം കാരണം കേരളത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് എഐസിസിയിലെ മുതിർന്ന നേതാക്കൾ ആശങ്കപ്പെടുന്നതിന് പിന്നാലെയാണ് സരിതയുടെ കത്ത് പുറത്തുവന്നത്. കത്ത് തന്റേത് തന്നെയെന്ന് സരിത സ്ഥിരീകരിക്കുകയും ചെയ്തത് ഞെട്ടലോടെയാണ് ഹൈക്കമാൻഡ് കേട്ടത്. വെളിപ്പെടുത്തലുകൾ നടത്തുന്ന സരിത പിന്നീട് മാറ്റിപ്പറയുകയും ചെയ്യുന്നതിനാൽ സോളാർ വിവാദം കാര്യമാക്കേണ്ടതില്ലെന്നായിരുന്നു എ വിഭാഗവും ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. ബെന്നി ബെഹനാൻ അടക്കമുള്ളവരെ സരിത കേസ് ചൂണ്ടിക്കാട്ടി മാറ്റി നിർത്താൻ ശ്രമമുണ്ടായത് ഉമ്മൻചാണ്ടി തടഞ്ഞത് സരിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. സരിത എഴുതിയ യഥാർത്ഥ കത്ത് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് ഹൈക്കമാൻഡിനെ ആശങ്കയിലാക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നടത്തുന്ന പ്രചരണം തിരിച്ചടിയാകും. എന്നു മാത്രമല്ല, പ്രചരണത്തിലുടനീളം സരിതയുടെ കത്തിന് വിശദീകരണം നൽകേണ്ടി വരും. അത് നാണക്കേടാകും. കത്തിന്റെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡ് പരിശോധിക്കുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് VM സുധീരനുമായി ബന്ധപ്പെട്ട് വിവാദത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കെ ബാബു, അടൂർ പ്രകാശ്, KC ജോസഫ് എന്നീ ആരോപണ വിധേയരായ മന്ത്രിമാർക്ക് വീണ്ടും സീറ്റ് നൽകിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക. TN പ്രതാപൻ, മന്ത്രി CN ബാലകൃഷ്ണൻ തുടങ്ങി സ്വയം ഒഴിയാൻ തയ്യാറായ 4 MLA-മാരെ ഒഴിവാക്കുന്നതോടുകൂടി 35 സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കും. K മുരളീധരനും പത്മജ വേണുഗോപാലുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലെ സഹോദരങ്ങൾ. നാളെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങും. കോന്നിയിൽ അടൂർ പ്രകാശ്, തൃപ്പൂണിത്തുറയിൽ കെ ബാബു, ഇരിക്കൂറിൽ KC ജോസഫ് എന്നീ മന്ത്രിമാരും തൃക്കാക്കരയിൽ ബെന്നി ബെഹനാൻ, കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ എന്നീ MLA-മാരും സീറ്റുറപ്പിച്ചപ്പോൾ മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ മുൻ നിശ്ചയപ്രകാരമുള്ള ലിസ്റ്റാണ് തയ്യാറാകുന്നത്. 4 സിറ്റിംഗ് MLA-മാർ മാത്രമാണ് സ്വയം ഒഴിഞ്ഞത്. 4 പേരും തൃശൂർ ജില്ലയിൽ നിന്നുള്ളവരായത് യാദൃച്ഛികം. തൃശൂർ MLA തേറമ്പിൽ രാമകൃഷ്ണൻ, കൊടുങ്ങല്ലൂർ MLA TN പ്രതാപൻ, നാട്ടിക MLA PA മാധവൻ, വടക്കാഞ്ചേരി MLA CN ബാലകൃഷ്ണൻ എന്നിവർക്ക് പകരം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. പ്രസിഡന്റ് മത്സരിക്കുന്ന ഏക ജില്ലയും തൃശൂർ തന്നെ. പ്രസിഡന്റ് O അബ്ദുൾ റഹ്മാൻ കുട്ടിയാണ് മണലൂർ സീറ്റ് തരപ്പെടുത്തിയത്. പകരം ആരെ അധ്യക്ഷനായി നിശ്ചയിക്കും എന്നതും ജില്ലയിൽ വരും ദിവസങ്ങളിൽ തർക്കമായി മാറും. MLA സ്ഥാനമൊഴിഞ്ഞ CN ബാലകൃഷ്ണനും പ്രതാപനും PA മാധവനും അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നു. ആകെ 82 സീറ്റുകളിൽ I ഗ്രൂപ്പിനാണ് പ്രാതിനിധ്യം കൂടുതൽ. പക്ഷേ തികച്ചും പരാജയപ്പെടുന്ന സീറ്റുകളാണ് ഏറെ എന്നത് ശ്രദ്ധേയം. വിജയ സീറ്റുകളെല്ലാം A ഗ്രൂപ്പ് കൈയടക്കി. ഇതിനിടയിൽ 10ഓളം സീറ്റുകളിലെങ്കിലും സ്വന്തം ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ നിർത്താൻ VM സുധീരനും കഴിഞ്ഞു. പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിൽ അനിലക്കരയും ആലപ്പുഴയിൽ ലാലി വിൻസെന്റും കുണ്ട്രയിൽ രാജ്മോഹൻ ഉണ്ണിത്താനും പുതുക്കാട് സുന്ദരൻ കുന്നത്തുള്ളിക്കും വേണ്ടി സീറ്റ് തരപ്പെടുത്തിയത് VM സുധീരൻ. 20ഓളം സീറ്റുകളിൽ AI ഗ്രൂപ്പുകൾ സംയുക്തമായി VM സുധീരന്റെ സ്ഥാനാർത്ഥികളെ വെട്ടി. ഇതിനിടെ കേരള ഹൌസിൽ സ്വയം ഗ്രൂപ്പ് മാറിയാണ് സതീശൻ പാച്ചേരി കണ്ണൂർ സീറ്റ് തരപ്പെടുത്തിയത്. I ഗ്രൂപ്പ് ആയതോടെ K സുധാകരനും ചെന്നിത്തലയും പാച്ചേനിക്ക് സീറ്റ് നൽകി. K കരുണാകരന്റെ മക്കളായ K മുരളീധരൻ വട്ടിയൂർക്കാവിലും തൃശൂരിൽ പത്മജ വേണുഗോപാലുമാണ് സീറ്റ് തരമാക്കിയ സഹോദരങ്ങൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉമ്മൻചാണ്ടിക്ക് മുൻപിൽ കീഴടങ്ങി ഹൈക്കമാൻഡും VM സുധീരനും.
മത്സരിപ്പിക്കരുതെന്ന് സുധീരനും ഹൈക്കമാൻഡും നിർദ്ദേശിച്ച കെ ബാബുവും അടൂർ പ്രകാശും സ്ഥാനാർത്ഥികളാകും. ഹൈക്കമാൻഡ് വഴങ്ങിയത് കോൺഗ്രസിനെ പിളർത്തുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭീഷണിയെ തുടർന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പം നിൽക്കുമെന്ന് ലീഗും ഹൈക്കമാൻഡിനെ അറിയിച്ചു. നിർദ്ദേശങ്ങൾ നൽകിയത് വ്യക്തിവിരോധം കൊണ്ടല്ലെന്ന് VM സുധീരൻ പറഞ്ഞു. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതായും സുധീരൻ വ്യക്തമാക്കി. 7 ദിവസം നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചുകൊണ്ട് പാർട്ടി പിളർത്തൽ ഭീഷണി ഉമ്മൻചാണ്ടി മുഴക്കിയത്. അടൂർ പ്രകാശ്, കെ ബാബു, KC ജോസഫ് എന്നിവരെ ഒഴിവാക്കിയാൽ A ഗ്രൂപ്പ് പൂർണ്ണമായും പാർട്ടി വിടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭീഷണി. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി നിൽക്കുമെന്ന് നേരത്തെ അറിയിച്ച ഉമ്മൻചാണ്ടി പിളർത്തൽ ഭീഷണി മുഴക്കുമെന്ന് ഹൈക്കമാൻഡ് കരുതിയില്ല. ഇതോടെ പ്രതിരോധത്തിലായ ഹൈക്കമാൻഡിന് മുമ്പിലേക്ക് ലീഗ് നേതാക്കളുടെ ഫോൺ സന്ദേശവും എത്തി. ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുമെന്നായിരുന്നു ലീഗ് നിലപാട്. 2 മന്ത്രിമാരെയെങ്കിലും ഒഴിവാക്കി പ്രശ്നം പരിഹരിക്കാമെന്ന തന്ത്രം ഹൈക്കമാൻഡ് നിർത്തി. രാഹുൽ ഗാന്ധി വീണ്ടും AICCയിലെ മുതിർന്ന നേതാക്കളെയും VM സുധീരനെയും വിളിപ്പിച്ച് ചർച്ച നടത്തി. ഗുരുതരമായ സ്ഥിതിവിശേഷം മനസ്സിലായതോടെ VM സുധീരന് കീഴടങ്ങാതെ മറ്റ് നിർവാഹമില്ലാതായി. ഹൈക്കമാൻഡ് തന്ത്രങ്ങൾ ചാണ്ടിക്ക് മുമ്പിൽ മൂക്കുകുത്തി വീണു. പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് VM സുധീരൻ കാര്യങ്ങൾ പറയാതെ പറഞ്ഞു. ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനില്ല, ഏതു സാഹചര്യത്തിലാണ് ആരോപണ വിധേയരെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതെന്നും വ്യക്തമാക്കി. എന്നെ വിശ്വസിച്ച് ഈ ദൗത്യം ഏൽപ്പിച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നല്ല പാർട്ടിയുടെയും സർക്കാർ UDFന്റെയും നന്മയെ മുൻനിർത്തി ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിർദ്ദേശം അംഗീകരിക്കുമെന്ന് പിന്നാലെ എത്തിയ രമേശ് ചെന്നിത്തലയും അറിയിച്ചു. പാർട്ടിയുടെ നിലനിൽപ്പും പാർട്ടിയുടെ ഐക്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമിതി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത്. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കിടയിൽ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടി വഴങ്ങാത്തതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തിയുണ്ട്. ഗത്യന്തരമില്ലാതെ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ VM സുധീരനും ഹൈക്കമാൻഡും കീഴടങ്ങി. 5 പേരെ മാറ്റുക എന്നതിനപ്പുറം ഒരാളെങ്കിലും മാറ്റാൻ VM സുധീരൻ അവസാന ഘട്ടം വരെ ശ്രമിച്ചു. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ദില്ലി കേന്ദ്രീകരിച്ച് 7 ദിവസമായി നടന്ന കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ഏറെ ദുർബലമായ ഹൈക്കമാൻഡിനെ ആണ് കണ്ടത്. പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല. പ്രശ്നപരിഹാര നിർദ്ദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിഭിന്ന നിലപാട് കൈക്കൊണ്ടത് ഉമ്മൻചാണ്ടി നന്നായി ഉപയോഗിക്കുകയും ചെയ്തു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് കടക്കുമ്പോൾ 2 ദിവസം കൊണ്ട് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയും മുകുൾ വാസ്നിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുമാനദണ്ഡം വേണമെന്ന VM സുധീരന്റെ ആവശ്യമായിരുന്നു ആദ്യം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം നേരിട്ട പ്രതിസന്ധി. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ എതിർപ്പിനെ തുടർന്ന് വേഗത്തിൽ ആ ആവശ്യം തള്ളി. അതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചെന്ന് കരുതി. നിർണായകമായ ആരോപണ വിധേയരുടെ സീറ്റ് കാര്യത്തിലേക്ക് കടന്നപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിക്കും കാര്യങ്ങൾ കൈവിട്ടു. ചർച്ച സോണിയുടെയും രാഹുലിന്റെയും വസതിയിലേക്ക്. ഇരുവരും കൈക്കൊണ്ടതാകട്ടെ 2 നിലപാട്. ആരോപണ വിധേയരെ മത്സരിപ്പിച്ചാൽ കീഴ്വഴക്കമാകുമെന്നായിരുന്നു രാഹുൽ. അനുകൂലമാണിത് എന്ന് കണ്ടതോടെ VM സുധീരൻ വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ചു. വിജയസാധ്യത പരിഗണിക്കാമെന്നായിരുന്നു സോണിയയുടെ വാദം. ഇത് ഉമ്മൻചാണ്ടിയും അവസരമായി കണ്ടു. ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടത് താനാണെന്നും അഴിമതിക്കാരുടെ സംരക്ഷകനായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും ഉമ്മൻചാണ്ടി വികാരഭരിതനായി സംസാരിച്ചു. അടൂർ പ്രകാശ്, കെ ബാബു, KC ജോസഫ് എന്നിവരുടെ സ്ഥാനാർത്ഥി തർക്കം ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയും രാഹുൽ ഗാന്ധിയും തമ്മിലായി. ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്തി തെരഞ്ഞെടുപ്പ് നേരിട്ടാലോ എന്നും ഹൈക്കമാൻഡ് ആലോചിച്ചു. പക്ഷേ ശക്തമായ തീരുമാനമെടുക്കാനുള്ള ശേഷി ഹൈക്കമാൻഡിന് ഇല്ലെന്ന് മനസ്സിലാക്കിയ ഉമ്മൻചാണ്ടി കേരളത്തിലെ പ്രബലമായ ക്രിസ്ത്യൻ സമുദായത്തിന്റെ പിന്തുണയും പിന്നെ പാർട്ടി പിളർത്തുമെന്ന ഭീഷണിയും മുഴക്കി കാര്യങ്ങൾ വരുതിയിലേക്ക് എത്തിച്ചു. ഉമ്മൻചാണ്ടിക്ക് കീഴടങ്ങിയെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യങ്ങൾ മാറുമെന്നാണ് AICC വ്യക്തമാക്കുന്നത്. പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ ഉമ്മൻചാണ്ടി മറുപടി പറയണം. സാധാരണ രീതിയിൽ അനുകൂലമല്ലാത്ത കാര്യങ്ങൾ എത്തിയാൽ രാജിവെക്കുന്ന VM സുധീരനെ ഹൈക്കമാൻഡും ഇപ്പോൾ അനുനയിപ്പിച്ചിട്ടുണ്ട്. രാജിവെക്കാതിരിക്കുക, പിന്നീട് അവസരങ്ങൾ വരുമ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഹൈക്കമാൻഡ് പിന്തുണയോടെ മുന്നേറാമെന്നാണ് സുധീര ഗ്രൂപ്പും അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസ് പ്രവർത്തകർക്കും ബാധ്യതയുണ്ടെന്ന് VM സുധീരൻ. എല്ലാം തികഞ്ഞത് ആയിരിക്കില്ല സ്ഥാനാർത്ഥി പട്ടിക. മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ നിന്ന് താൻ പുറകോട്ട് പോകില്ലെന്നും VM സുധീരൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലുള്ള അഭിപ്രായങ്ങളും സമാഹരിക്കുന്നതിനും ആരായുന്നതിനും ഹൈക്കമാൻഡ് ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും കേട്ട് പാർട്ടിയെയും കേരളത്തിലെ മുന്നണിയെയും നല്ല രീതിയിൽ മുന്നോട്ട് നീക്കുന്നതിന് വ്യക്തമായ തീരുമാനം
ഹൈക്കമാൻഡ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കാനുള്ള ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഹൈക്കമാൻഡിന്റെ സ്ഥാനാർത്ഥി പട്ടിക എല്ലാവരും അംഗീകരിക്കണമെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാണ്. ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ എല്ലാ കോൺഗ്രസ് പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാരമ്പര്യമാണ് എന്നുമുള്ളത്. ഇപ്പോഴും ആ പാരമ്പര്യം തുടരുന്നതാണ്. സ്വാഭാവികമായും കോൺഗ്രസിന് ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോഴല്ല, പണ്ടും ഉണ്ടാകാറുണ്ട്. പക്ഷേ അന്തിമമായി ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങി ജനങ്ങളുടെ പിന്തുണ തേടുക എന്നുള്ളതാണ് എപ്പോഴത്തെയും സമീപനം.